strong show, infinite spark. Welcome to Midnight's ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ നിമിഷപ്രിയയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരുടെയും ശ്രമങ്ങളും വിഫലമായി എന്ന് തന്നെ പറയാം. കാരണം ഈ ഒരു കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാലിൻ്റെ കുടുംബം വധശിക്ഷ തന്നെ വേണം, അതിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ അവർ തയ്യാറല്ല എന്നാണ് ഇപ്പം അറിയിച്ചിരിക്കുന്നത്. നിമിഷപ്രിയയ്ക്കെതിരെ ഇപ്പം ഈ ഒരു യമൻ പൗരൻ്റെ കുടുംബക്കാരെ വളരെയധികം സമ്മർദ്ദം ചെലുത്തുക തന്നെയാണ്. കാരണം അവർക്ക് വേണ്ടത് നീതി തന്നെയാണ്. ജൂലൈ 16 എന്ന് പറഞ്ഞ തീയതി നമ്മുടെ ഇന്ത്യക്കാർ എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു നിമിഷപ്രിയയുടെ ഈ ഒരു വധശിക്ഷ റദ്ദാക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. എന്തായാലും ആ ഒരു വധശിക്ഷ നടപ്പിലാക്കാതെ 16-ാം തീയതിയിൽ നിന്ന് നിമിഷപ്രിയ രക്ഷപ്പെട്ടു. പക്ഷേ പൂർണ്ണമായിട്ട് രക്ഷപ്പെട്ടിട്ടില്ല. കാരണം ഈ ഒരു തലാലിൻ്റെ കുടുംബക്കാർ അവർക്ക് മാപ്പ് കൊടുക്കാനോ വധശിക്ഷയിൽ നിന്ന് അവരെ മോചിപ്പിക്കാനോ തയ്യാറല്ല. കാരണം അവർ പറയുന്നത് അവരുടെ ഫാമിലിയിലുള്ള ഒരു അംഗമായ തലാലിനെ അത്രയധികം, അതായത് ഒരു മനുഷ്യത്വ പരിഗണന ഇല്ലാതെ കൊന്ന ശരീരത്തോട് 110 കഷ്ണങ്ങളാക്കി വെട്ടി നുറുക്കി അതും ഈ ഒരു വാട്ടർ ടാങ്കിൽ ഇട്ടു എന്ന് പറയുമ്പം തലാലിനോടും തലാലിൻ്റെ കുടുംബത്തോടും കൂടെ ഈ ഒരു വാട്ടർ ടാങ്കിലെ വെള്ളം ഉപയോഗിക്കുന്ന ആളുകളോടും എല്ലാവരോടും ഈ ഒരു നിമിഷപ്രിയ അതികഠിനമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്, അതിക്രൂരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അറിയാതെ കൊലപ്പെടുത്തിയതാണ് ഇത് നമുക്കിവിടെ ഒരിക്കലും ഉന്നയിക്കാൻ പറ്റില്ല. കാരണം ഒരു വട്ടം ഇവർക്ക് മരുന്ന് കൊടുത്തു, അതിൽ അവർക്കൊന്നും പറ്റാതായപ്പം എഗെയിൻ ഒരു ഡോസ് കൂടി കൊടുത്തു. അപ്പോൾ അത് അറിയാതെ ചെയ്തതാണ് എന്ന് പറയാൻ പറ്റില്ല. അവരുടെ ഒരു നിസ്സഹായാവസ്ഥയിൽ അവർ ചെയ്തു പോയതാണ് എന്ന് പറഞ്ഞാൽ ഓക്കെ, അത് നമുക്ക് ന്യായീകരിക്കാം. എന്നാൽ കൂടിയും ഒരാളെ കൊന്നു കഴിഞ്ഞിട്ട് അങ്ങനെ അവർ ഓടി രക്ഷപ്പെടുകയായിരുന്നെങ്കിൽ കുഴപ്പമില്ല. അവർ ആ ഒരു മരിച്ച ഭീതിയിൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കാം. പക്ഷെ അങ്ങനെയല്ല അവർ ചെയ്തത്. ആ ഒരു മരിച്ചു കഴിഞ്ഞ മൃതദേഹത്തെ 110 കഷ്ണങ്ങളാക്കി വെട്ടി നുറുക്കി അത് ഓരോരോ കവറുകളിലാക്കി ആ കവർ എങ്ങനെ ഒളിപ്പിക്കണം എന്ന് ആലോചിച്ച് എവിടെ കൊണ്ട് മറവ് ചെയ്യും എന്നാലോചിച്ച് നിൽക്കവേ അവർ വാട്ടർ ടാങ്കിൽ, എന്താ പറയുക, ഈ ഒരു ആൾക്കാർ താമസിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലോ ക്ലിനിക്കോ എവിടെ ആയിക്കോട്ടെ ആ ഒരു വാട്ടർ ടാങ്കിൽ കൊണ്ട് നിക്ഷേപിക്കുകയാണ് ചെയ്തത്. അപ്പം ഇതൊന്നും നമുക്ക് മനുഷ്യത്വം തൊട്ട് തീണ്ടിട്ടില്ലാത്ത കൊടും കുറ്റവാളികൾ ചെയ്യുന്ന ഒരു ക്രൂരമായിട്ടുള്ള പ്രവൃത്തിയാണ് നിമിഷപ്രിയ ഇവിടെ ചെയ്തത്. അതിന് കൊടും കുറ്റവാളികൾ ചെയ്യുന്ന കാര്യങ്ങളാണ് നിമിഷപ്രിയ ഇവിടെ ചെയ്തിട്ടുള്ളത്. അതിന് നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല. എത്രയൊക്കെ പറഞ്ഞാലും ന്യായീകരിക്കാൻ പറ്റില്ല. എന്നിട്ടും നമ്മളിവിടെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഒരുപാട് ശ്രമങ്ങൾ നടത്തി. അങ്ങനെ നിമിഷപ്രിയയുടെ 16-ാമത്തെ ദിവസത്തെ ഈ ഒരു 16-ാം തീയതിയിലെ ഈ ഒരു വധശിക്ഷ നീട്ടിക്കിട്ടി. പക്ഷെ അതിൻ്റെ പേരിൽ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ കണ്ടത് കൂട്ടത്തല്ലാണ്. ഇതൊക്കെ ആ ഒരു യമൻ പൗരൻ്റെ വീട്ടുകാരും കാണുന്നുണ്ടെന്ന് അറിയണം. നമ്മൾ ശ്രദ്ധിക്കണം, നമ്മളിതൊക്കെ അറിയണം. കാരണം അവിടെയും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും എല്ലാ ന്യൂസുകളും എല്ലാ ലോകത്തെവിടെയും എത്തും എന്നറിയണം. അങ്ങനെ അവരിവിടുത്തെ സന്തോഷപ്രകടനവും ആഹ്ലാദപ്രകടനമൊക്കെ അവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവരെന്താ വിചാരിക്കുക, എൻ്റെ വീട്ടിലെ അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിലെ ആളെ വെട്ടിനുറുക്കി കഷ്ണങ്ങളാക്കി കൊന്നു കളഞ്ഞിട്ടും ഇവരെ ഒന്ന് ജയിപ്പിച്ച്, അതായത് ഇവരെ ഇവിടുന്ന് ഈ ഒരു വധശിക്ഷയിൽ നിന്ന് പുറത്താക്കിയിട്ട് നടപ്പിലാക്കാതെ ആയിട്ട് അവർ ആ ഒരു വിജയം ആഘോഷിക്കുകയാണ്. ഇതൊക്കെ ഈ ഒരു തലാലിൻ്റെ കുടുംബത്തെ ഒന്നും കൂടി ചൊടിപ്പിച്ച് വിടുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാവണം അവർ വധശിക്ഷയിൽ തന്നെ ഉറപ്പിച്ച് നിൽക്കുന്നത്. തങ്ങൾക്ക് വേണ്ട എന്നാണ് അവർ പറയുന്നത്. ഇപ്പം നമ്മളാണെങ്കിലും അങ്ങനെ തന്നെ. ഇപ്പം എൻ്റെ വീട്ടിലുള്ള ഒരാളെയാണ് ഇങ്ങനെ ഒരു വേറൊരാൾ ചെയ്യുന്നതെങ്കിൽ ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല. നിങ്ങളുടെ വീട്ടിലാണെങ്കിലും നിങ്ങൾ ക്ഷമിക്കില്ല, ഉറപ്പല്ലേ? ഇനി ആ മരിച്ച ആൾ എത്ര ക്രൂരനായിക്കോട്ടെ എങ്കിലും ഒരു മൃതദേഹത്തോടൊക്കെ ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ ഫാമിലിയിലുള്ള മറ്റ് ആൾക്കാർക്ക് എന്തായാലും അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇപ്പം ആ ഒരു ഷാരോണിൻ്റെ കൊലപാതകത്തിൽ ആ ഒരു പെൺകുട്ടിക്ക് ഇപ്പം ജാമ്യം കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. അതേ സ്ഥാനത്ത് ഈ ഒരു ഷാരോണിൻ്റെ കുടുംബക്കാർ, അച്ഛനും അമ്മയും ഈ ഒരു ഇങ്ങനെ ഒരു തുക വാങ്ങിച്ചിട്ട്
ആ ഒരു പെൺകുട്ടിയെ വെറുതെ വിട്ടോട്ടെ, ഞങ്ങൾക്ക് കേസില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രതികരണം എന്തായിരിക്കും? നമുക്ക് ആർക്കും അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് ഈ ഒരു തലാലിൻ്റെ കുടുംബവും വരുന്നത്. അതുകൊണ്ട് നമുക്ക് അവരെ ഒരിക്കലും കുറ്റപ്പെടുത്താൻ പറ്റില്ല. നിമിഷപ്രിയയെ നമുക്ക് ന്യായീകരിക്കാനും പറ്റില്ല. അത്രയ്ക്ക് വലിയൊരു തെറ്റ് തന്നെയാണ് നിമിഷപ്രിയ ചെയ്തിട്ടുള്ളത്. എങ്കിലും കൂടി നമ്മൾ അവരെ ഒരു പരിഗണനയിൽ, അതായത് ഇത് നടന്നിട്ട് വർഷങ്ങളായി, അപ്പം ഇനിയും അതിൻ്റെ ശിക്ഷ അത്യാവശ്യം അവർ അനുഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ജയിലിൽ നിന്നൊക്കെ പറയുമ്പം അത്യാവശ്യം നല്ല രീതിയിലുള്ള ശിക്ഷകളൊക്കെ അനുഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. അവിടുത്തെ ഒരു നിയമപ്രകാരമൊക്കെ ആണെങ്കിൽ അധികം കഠിനമായിട്ടുള്ള ശിക്ഷകളൊക്കെ തന്നെ അവർ അനുഭവിച്ചിട്ടുണ്ടാവും. അപ്പം ഇനിയും അവരെ രക്ഷിക്കാൻ നോക്കുന്നതൊക്കെ ഈ ഒരു രക്ഷിച്ചതിൻ്റെ പേരിൽ, അതായത് 16-ാം തീയതിയിലത്തെ ഈ ഒരു വധശിക്ഷ നീട്ടിവെച്ചതിൻ്റെ പേരിൽ തന്നെ ഇവിടെ നടന്ന അടികളൊക്കെ കാണുമ്പോൾ തന്നെ ഇനി ആരും അവരെ സഹായിക്കാൻ വരും എന്ന് തോന്നുന്നില്ല, അല്ലേ? മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.